കൊടുങ്ങല്ലൂർ എറിയാട് പഞ്ചായത്തിൽ വിവിധയിടങ്ങളിൽ രാസമാലിന്യം ഉപയോഗിച്ച് ഭൂമി നികത്തിയ സംഭവത്തിൽ 19 പേർക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. എടയാർ ബിനാനി സിങ്ക് കമ്പനി മാനേജറും ഭൂവുടമകളും ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ്. എടയാർ വ്യവസായ മേഖലയിൽ പൂട്ടിപ്പോയ ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യമാണ് സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളും തണ്ണീർത്തടങ്ങളും നികത്താൻ വ്യാപകമായി ഉപയോഗിച്ചത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിശോധനയിൽ മണ്ണിൽ ഇരുമ്പ്, ക്രോമിയം, ലെഡ്, കോപ്പർ, ആർസനിക് തുടങ്ങിയ മാരക ലോഹങ്ങളുടെ സാന്നിധ്യം വലിയ തോതിൽ കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു. എറിയാട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിന്മേലാണ് ഇപ്പോൾ പോലീസ് നടപടിയെടുത്തിരിക്കുന്നത്. BNS 271, 279, 125 എന്നീ വകുപ്പുകൾ പ്രകാരവും പോലീസ് ആക്ട് 120E പ്രകാരവുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കോടിക്കണക്കിന് രൂപ ചിലവ് വരുന്ന രാസമാലിന്യം നിർവീര്യമാക്കുന്ന പ്രവൃത്തി ജില്ലാ ഭരണകൂടം ഏറ്റെടുക്കണമെന്നാണ് എറിയാട് പഞ്ചായത്തിന്റെ ആവശ്യം. മണ്ണിൽ സ്വയം നശിക്കാതെ നൂറ്റാണ്ടുകളോളം കിടക്കുന്ന ഈ ഖരമാലിന്യം കടുത്ത ആരോഗ്യ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് കണ്ടെത്തിയിരുന്നു. കുട്ടികളിൽ ഈ മാലിന്യം മാരകമായ രോഗങ്ങൾ വരുത്തുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൈരളി ന്യൂസ്, തൃശൂർ.